സകല സുന്ദരികളും മലവെള്ളപ്പാച്ചിലെ ഉണക്കത്തേങ്ങ പോലെ ഒഴുകി നടക്കുന്ന സ്ഥലമാണത്. സ്പാർക്ക് ഉള്ളതിനെ നോക്കി നീ സെലക്ട് ചെയ്യേ. എന്തുവാടാ ഇത്? എടുപ്പ് കുതിരയോ? ഹലോ, എന്താ എവിടാ? എങ്ങോട്ടാ? ഒന്നുമില്ല. ദൈവമേ, ഒരു വണ്ടി പ്രേതങ്ങളോ? അല്ല, പെമ്പിള്ളേഴ്സ്. എവിടുന്ന് വരുന്നോ കുറ്റിയും പറിച്ചുകൊണ്ട്? മതില് ചാടിയതാ ഭ്രാന്താശുപത്രിന്ന്. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാനും പ്രതീക്ഷിച്ചില്ല. ഒരു 36 സി എങ്കിലും ഉണ്ടാവും. പോടാ, അത്ര ഉണ്ടാവുള്ള. ഒരു 38 D എങ്കിലും അതുണ്ടാവും മച്ചാനെ. കൊള്ളാം കൊള്ളാം. ഞാനിതിലൊന്നിനെ പൊക്കട്ടെ. പൊക്കാൻ ഇയാൾ ആര്? ക്രെയിനോ? എന്റെ വായുന്നോലും കേട്ടണ്ടല്ലോ. ഓ, ഇത് പോക്ക ചെല്ലേ. അധിക നേരം ഇവിടെ തന്നെ എനിക്ക് വല്ലതും തോന്നും. പോ ചെല്ലേ. നല്ല ഐശ്വര്യമുള്ള സ്ത്രീ. रोटी तेरे हाथों से खा के आया मजा बड़ा. कंगना कंगना कंगना, पायलिया पायलिया, छनक छनक के बोले. ഇവളാള് കൊള്ളാമല്ലോ. ഏതായി കുട്ടി? ഏതാന്നറിയില്ലെങ്കിലും ഇഷ്ടായി. ഒരുപാട് ഇഷ്ടായി. ഒന്ന് തിരിക്കാൻ എന്താണ് ആ മാർഗം? അതെ, മുഖം ഒന്ന് കണ്ടാൽ മതിയായിരുന്നു. ഏയ്, എനിക്കിനി മുഖം കാണണമെന്നില്ല. ഈ കണ്ടീഷനിൽ എനിക്കൊക്കെ. എനിക്കും ത്രിലോകസുന്ദരി തന്നെ, സംശയമില്ല. ശത്രുവാണെന്ന കാര്യം മറക്കണ്ട. ശത്രുവിനെയും സ്നേഹിക്കണമെന്നല്ലേ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. ഹലോ, മേലോട്ട് നോക്ക്. കൊതിപ്പിക്കല്ലേ ഭഗവാനെ. വസ്ത്രധാരണത്തെ കുറിച്ചുള്ള ഇന്ത്യൻ ഗേൾസിന്റെ കൺസെപ്റ്റ് ഇതുവരെ മാറിയിട്ടില്ല. ഈ മിടിക്ക് ഇത്ര ഏർക്ക് ആവശ്യമില്ലല്ലോ. മുഖം അത്ര പോരം തോന്നുന്നല്ലേ? അത് നീ എപ്പോഴും മുഖത്തേക്ക് നോക്കിയേ? ഇത് ഏത് മൊഞ്ചത്തി? വരണടാ. ആര്? റൊമാൻറ്റിക് വരണടാ. കണ്ടോ സാറേ? ഇത്തിരി എന്ത് കണ്ടോന്ന്? അതൊരു ആശ്രമ കന്യകയല്ലേ? അതോ അപ്സരസോ? ചുറ്റുവട്ടത്തും നല്ല കളറുകളാ. ഇതൊക്കെ കണ്ട പിന്നെ എങ്ങനെയാ ഇവിടുന്ന് പോവാൻ തോന്നുക? ഞാനൊരു കാര്യം ആലോചിക്കുക. ലീവ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്താലോ? ഒരു എക്സ്റ്റൻഷനും വേണ്ട. ഉള്ള നേരത്തെ സ്ഥലം കാലിയൊക്കെ നോക്കി. സാരമില്ല, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കേറി ഇറങ്ങേണ്ടതാണല്ലോ. അപ്പോ തൽക്കാലം പോവാ.